യെസ്, ഹലോ, വെൽക്കം ടു സിനിമോട്ടമാൻ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സിനിമയാണ്. കുറച്ചധികം നാളായി നമ്മൾ സിനിമ എന്ന വിഷയം സംസാരിച്ചിട്ട് കുറച്ച് അൺബോക്സിങ് വീഡിയോസും റീലുകളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്വന്തമായിട്ട് സ്ക്രീൻ പ്ലേ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മുടെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു കൊച്ചു ആശയം ഡെവലപ്പ് ചെയ്ത് സ്റ്റോറിയാക്കി മാറ്റി അതിനെ ബിൽഡ് ചെയ്തൊരു സ്ക്രീൻ പ്ലേ ആക്കി മാറ്റി അവിടുന്ന് ടെക്നീഷ്യൻസിനെയും ആർട്ടിസ്റ്റിനെയും പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ കണ്ടെത്തി നമുക്കൊരു ഗംഭീര മൂവി പ്രോജക്റ്റായിട്ട് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ് വളരെ ലൈറ്റായിട്ടാണ് നിങ്ങൾ പറഞ്ഞു തരുന്നത്. നമ്മുടെ തോട്ട് അനുസരിച്ച് ഇന്ന് ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന സിനിമകളുടെ കഥകളേക്കാൾ നിലവാരമുള്ള കഥകൾ പുറത്ത് പല ആളുകളുടെ കയ്യിലുമുണ്ട്. പക്ഷേ ഇതെങ്ങനെ നമുക്കൊരു സ്ക്രീൻ പ്ലേ ആക്കി മാറ്റാമെന്ന് അറിവില്ലായ്മ മൂലം 85 മുതൽ 100-110 വരെ വരുന്ന സീനുകൾ ഡെവലപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ ചെറിയൊരു കാര്യമല്ല. പക്ഷേ ആ ഒരു വലിയൊരു ജേണി തുടങ്ങുന്നത് എങ്ങനെയാണെന്നോ ഈ റൂട്ട് എങ്ങനെയാണെന്നോ അറിയത്തില്ലാത്തതുകൊണ്ട് പലപ്പോഴും അത് അങ്ങനെ തന്നെ പല ആളുകൾ വെച്ചിട്ടുണ്ട്. ശരിയല്ലേ? സോ അവർക്ക് വേണ്ടിയാണ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ടു സിനിമോട്ടമാൻ. സബ്ജക്റ്റ് എന്തുമായിക്കോട്ടെ, ഇനി നമ്മുടെ കയ്യിൽ സബ്ജക്റ്റുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ ഇരിക്കട്ടെ, എന്നാലും നമുക്ക് ഒരു സബ്ജക്റ്റ് കണ്ടെത്തി അതിനെ നമുക്ക് സ്റ്റോറി ആക്കി മാറ്റി ഡെവലപ്പ് ചെയ്തൊരു മൂവി. എന്നാലും നമ്മുടെ ലൈഫിൽ ഓരോരോ ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ യാത്രകൾ നമ്മളോരോ കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഈ നമ്മുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള മറ്റ് സംഭവങ്ങളുടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി കിട്ടുമല്ലോ. സോ ആ ഒരു കുഞ്ഞു പ്ലോട്ട് ആയിക്കോട്ടെ, അതിൻ്റെ അകത്ത് നമുക്ക് ഇതൊരു സിനിമ ആക്കി മാറ്റാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സാധനം പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓഡിയൻസ് ഉണ്ടാകും എന്ന് തോന്നുന്ന തോട്ടിനെ നമ്മൾ പിക്ക് ചെയ്യാം. ആ തോട്ടിനെ മാത്രം പിക്ക് ചെയ്യാം. അതിനെ നമ്മൾ ഒരു സ്റ്റോറിയാക്കി മാറ്റുക. ഇതിന് ഈ ഒരു ഇൻസിഡൻറ്റിൻ്റെ തലയും പാലും ഒന്നും ഇല്ലെങ്കിൽ കൂടി നമ്മുടെ ഇമാജിനേഷനിൽ നിന്ന് എന്തെങ്കിലും ഒരു സ്റ്റാർട്ടും എന്തെങ്കിലും ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള എൻഡിങ് കണ്ടെത്തി ഇതിനൊരു ട്രാക്ക് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. ആദ്യം ഇതിനെ ഒന്ന് ചിന്തിക്കേണ്ട, നമ്മുടെ മനസ്സിൽ കിടക്കുന്ന തോട്ടാണ്, അതിനെ പേപ്പറിൽ എഴുതിയിട്ടില്ല എങ്കിൽ കൂടി ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് നല്ലൊരു സ്റ്റോറി ആക്കി മാറ്റുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സ്റ്റോറി ഉണ്ടാക്കുക എന്നുള്ളതാണ്. സ്റ്റോറി പറയുന്ന ഒരു 1 പേജ് സ്റ്റോറി മതി. ഒരു ഡീറ്റെയിൽ ആയിട്ട് വൺ സംഭവത്തിലൊന്നും പോകണ്ട. നമുക്ക് എന്താ പറയുക, ഒരു ഭ്രൂണം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി ആക്കി മാറ്റുക. അങ്ങനെ ആ ചെറിയ കോൺസെപ്റ്റിനെ നമ്മൾ സ്റ്റോറി ആക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ 1 ലൈൻ ആക്കുക എന്നുള്ളതാണ്. ഒരു പേജിൻ്റെ 1 ലൈൻ മാത്രം ദൈർഘ്യമുള്ള ആശയങ്ങളായിട്ട് ഇതിനെ മാറ്റിയെടുക്കാം. ഓരോ ഇൻസിഡൻറ്റുകളെയും നമ്മൾ ഇതിൻ്റെ സ്ക്രീൻ പ്ലേക്കകത്ത് ഉൾക്കൊള്ളിക്കേണ്ട ഇൻസിഡൻറ്റുകൾ എന്താണ്, അവിടെ എന്തൊക്കെ വരണമോ ഈ സ്റ്റോറിയിൽ നിന്ന്, അതായത് തുടക്കം ഇന്ന സംഭവം, അത് കഴിഞ്ഞിട്ട് ഇന്നയാളെ കണ്ടുമുട്ടുന്നു, അവിടെ ഇന്ന സംഭവം ഉണ്ടാകുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നയാളിലേക്ക് വരുന്നു, അത് അയാളുടെ ജീവിതത്തെ ബാധിക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താണോ അവിടെ നടക്കേണ്ടത് അതിങ്ങനെ എഴുതി പോവുക. ഈ 1 ലൈൻ എന്ന് പറയുന്നത് സ്ക്രീനിലുള്ള ഒരു സ്കെൽട്ടനാണ്. ഇങ്ങനെ ഒരു 80-85 മുതൽ ഒരു 100-110 വരെ സീനുകൾ ഒരു സിനിമയ്ക്കകത്ത് ഉൾപ്പെടുന്നു. അത് നമ്മുടെ സിനിമയുടെ ജോണർ പോലിരിക്കും. ഇപ്പോൾ എഴുതുന്ന ആളുകൾ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി എഴുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ ഈ സിനിമ കാണുന്ന അതേ ചടുലതയോടും ഒക്കെ ആയിരിക്കും ഇത് പരിപാടി എഴുതി വിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനുകളുടെ എണ്ണം കൂടും. അപ്പോൾ ചിലപ്പോൾ ഈ 110 നിൽക്കത്തില്ല, അങ്ങ് പോകും. അപ്പോൾ ആ രീതി എങ്ങനെയാണോ നിങ്ങൾ മനസ്സിൽ കാണുന്നത് ആ രീതി തന്നെ എഴുതി പോവുക. കൂടുതൽ കോംപ്ലിക്കേഷൻ വന്നാലും പ്രശ്നമില്ല, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ കുരുക്കുകളൊന്നുമില്ലാതെ ഗംഭീരമായിട്ട് 1 ലൈൻ എഴുതി തീർക്കുക. 1 ലൈൻ എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഈസിയായി ഈ 1 ലൈനെ ഡെവലപ്പ് ചെയ്തായിരിക്കണം സ്ക്രീൻ പ്ലേ ആക്കി മാറ്റേണ്ടത്. സ്വാഭാവികമായിട്ടും ത്രില്ലർ ആകുമ്പോൾ സീനുകളുടെ എണ്ണം കൂടുകയും ഫാമിലി സ്റ്റോറി ആകുമ്പോഴത്തേനും സീനുകളുടെ എണ്ണം കുറയുകയും ആണല്ലോ എന്നാണ് വെപ്പ്. പക്ഷേ ഇപ്പോൾ അങ്ങനൊന്നുമില്ല. ഇപ്പോൾ സ്ലോ പേസിലും ത്രില്ലറുകൾ സിനിമ ധാരാളം സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സിനിമയുടെ ട്രീറ്റ്മെൻറ്റ് രീതി അനുസരിച്ച് സീനുകളുടെ എണ്ണം കൂടുതൽ കുറയും. അപ്പോൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട. ഫൈനൽ സ്ക്രീൻ പ്ലേ ആയിക്കഴിഞ്ഞ് വീണ്ടും ഡിസ്കഷനൊക്കെ വന്ന് വീണ്ടും തിരക്കഥയൊക്കെ പൊളിച്ചെഴുതി സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. സോ അതൊന്നും ഇപ്പോൾ വരുന്ന ഒരു സ്ക്രീനിൻ്റെ ഒരു ഫൈനൽ പരിപാടിയിലേക്ക് ചിന്തിക്കേണ്ട. പക്ഷേ നമുക്ക് പ്രോജക്റ്റ് ആയി മാറണമല്ലോ, അതിന് നമുക്ക് ഒരു ഗംഭീര സ്ക്രീൻ പ്ലേ വേണം. ആ പ്രോജക്റ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് എന്ത് പരിപാടി വേണമെങ്കിൽ ഇപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് പോകണ്ട. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 1 ലൈൻ എന്ന് പറയുന്നത് സ്ക്രീൻ പ്ലേയുടെ സ്കെൽറ്റനാണ്. അപ്പോൾ അത് വളരെ ഭംഗിയാക്കി നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് സ്ക്രീൻ പ്ലേയിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിലോട്ടൊന്ന് ഡെവലപ്പ് ചെയ്ത് അടിപൊളിയാക്കുക. ഇതിനകത്ത് നമുക്ക് വേണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ചില പോയിന്റുകൾ, സോങ് വരുന്ന ചില പോയിന്റുകളും ഇൻ്റർവൽ വരുന്ന പോയിന്റുകളും സിനിമ സ്ക്രീൻ പ്ലേയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സിനിമ ഹുക്ക് ചെയ്യേണ്ട പോയിന്റുകളും സിനിമ ടൈറ്റ് ആകേണ്ട പോയിന്റുകളും ഒക്കെ നമുക്ക് ഈ 1 ലൈൻ്റെ അകത്ത് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം.
നമുക്കറിയാലോ ഇത് എഴുതുന്ന ആളുടെ ഭാവന അനുസരിച്ച് ഇത് ഇവിടെ രീതിയിൽ വന്നിട്ട് ഇങ്ങനെ സിനിമ ടൈറ്റായി ആളുകളെ ഇത്ര എൻഗേജിങ് ആയിട്ട് നിർത്തി ഇവിടുന്ന് വന്ന് കൊണ്ടുപോയി ഇന്ന സ്ഥലത്ത് എത്തിച്ച് അവിടുന്ന് വേറൊരു ടെസ്റ്റ് കയറി വന്ന് അങ്ങനത്തെ പരിപാടിയിലേക്ക് നിങ്ങളത് കൊണ്ടുവരണം. ഇന്ന സീൻ ഇത് സംഭവിക്കണം, എന്നാലും ഇവിടുന്ന് വരുമ്പോഴത്തേനും ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുകയുള്ളൂ എന്നൊക്കെ ഉള്ളൊരു പാറ്റേൺ നിങ്ങൾ പോയി അങ്ങനെ വേണം പെട്ടെന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുന്ന പോലെ നോക്കാൻ പറ്റുന്ന ഒരു പരിപാടിയിലോട്ട് ഈ വൺ ലൈനിലെ ഒന്ന് കൊണ്ടുവരണം. സിമ്പിൾ കാര്യമാണ്. ഇത് പറഞ്ഞാൽ ഈ സോഡ അടിക്കുന്ന പോലെ പെട്ടെന്നൊന്നും ഈ പരിപാടി ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ സമയമെടുക്കും, നല്ല രീതിയിലുള്ള സമയമെടുക്കും. ഈ വൺ ലൈനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് സ്റ്റെപ്പ് 3 സ്ക്രീൻ പ്ലേ ആക്കി മാറ്റാനായിട്ട്. 1 ലൈൻ 1 സീൻ 1, 1 ലൈൻ 2 സീൻ 2, 1 ലൈൻ 3 സീൻ 3 എന്നിങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ്മെൻറ്റും ക്രിയേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റും വേണ്ട ഒരു സ്ഥലമാണ് സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് എന്ന് പറയുന്നത്. സ്ക്രീൻ പ്ലേ ഇതിൻ്റെ ഫോർമാറ്റ് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. അതായത് ഒരു 1 പേജ് എടുത്തിട്ട് ലെഫ്റ്റ് റൈറ്റ് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ലെഫ്റ്റ് റൈറ്റ് 2 കോളം കിട്ടുമല്ലോ. ആ കോളത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സീനുകളും റൈറ്റ് സൈഡിൽ നമുക്ക് ഡയലോഗുകളുമാണ് എഴുതേണ്ടത്. സീനുകൾക്കകത്ത് നമുക്ക് ഡീറ്റെയിലിംഗ് സിറ്റുവേഷൻസും ഒക്കെ വേണം, റൈറ്റ് സൈഡിൽ ഡയലോഗ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ വരുന്നത്. കാരണം പല ആളുകളും ഈ പരിപാടി ഇട്ടിട്ട് പോകുന്ന സ്ഥലം കൂടിയാണ് ഈ സംഭാഷണം എഴുതുക എന്ന് പറയുന്നത്. 80, 85 മുതൽ 100, 110 വരെ സീനുകൾ വരുന്ന സാധാ ഒരു സിനിമയുടെ സ്ക്രീൻ പ്ലേ എഴുതിനകത്ത് സംഭാഷണം ഒരുക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ടാസ്ക്കാണ്. ദിവസങ്ങളെടുത്തേക്കാം, ആഴ്ചകളെടുത്തേക്കാം, മാസങ്ങളെടുത്തേക്കാം, നാളുകൾ നീണ്ടു പോയേക്കാം. വാക്കുകളുടെ കുരുക്കൾ സംഭവിച്ചേക്കാം. നമുക്ക് വേണ്ട കാര്യങ്ങൾ ഡെലിവറി ചെയ്യാൻ സംഭാഷണം വേണം. പക്ഷേ ആ സംഭാഷണം എന്ത് വേണമെന്ന് കറക്റ്റ് കിട്ടാത്തൊരു പോയിന്റുകൾ വന്നേക്കാം. സ്ക്രീനിൽ അവിടെ ബ്ലോക്കായി പോയേക്കാം. എന്ത് തന്നെയാണെങ്കിലും ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു 50% വിജയിച്ചു. ഇവിടെ വേണം നമ്മൾ സിനിമ എവിടെ ഹുക്ക് ചെയ്യണം, എവിടെ ടൈറ്റ് ചെയ്യണം, ഈ ഒരു കാര്യങ്ങളൊക്കെ സംഭാഷണത്തിലാണ് നമുക്കിരിക്കുന്നത്. ഈ ടാസ്ക് വളരെ ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നെ എഴുതാൻ ആശ്രയിക്കുന്നത് പല മീഡിയത്തിൽ ആശ്രയിക്കാം. ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ 1 പേജ് എടുത്ത് ഫോൾഡ് ചെയ്ത് ലെഫ്റ്റ് റൈറ്റ് ഇത് നോർമൽ രീതിയാണ്. ഈ രീതി തന്നെ അല്ലാതെ നമുക്ക് നമ്മുടെ ഫോണിൽ എഴുതാം. ഐഫോണിൽ എങ്ങനെ നമുക്ക് സ്ക്രീൻ പ്ലേ ചെയ്യാവുന്നൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നു പേജസ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഡിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. സാംസങ് നോട്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ കമ്പ്യൂട്ടറിലോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് ഗാഡ്ജറ്റുകളിലോ ഒക്കെ നമുക്ക് ലാപ്ടോപ്പുകളിലോ ടാബുകളിലോ ഒക്കെ നമുക്ക് സ്ക്രീനിലോ ഒക്കെ എഴുതാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഡിജിറ്റലി എഴുതുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞേക്കുന്നതൊക്കെ യാത്രകൾ ചെയ്യുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ നമുക്ക് എഴുത്ത് എവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിങ്ങനെ ഒരു സോഫ്റ്റ് കോപ്പി അവർ നമുക്ക് സൂക്ഷിച്ച് നോക്കാൻ പറ്റും. പ്രസൻറ്റേഷൻ നമുക്ക് വളരെ പ്രൊഫഷണലി നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഓൺ ആകാനുള്ള സാധ്യതകളെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളാണ് ഈ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ. നമ്മുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ ഡിജിറ്റലി കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷേ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള പരിപാടി എങ്ങനെയാണ് പുറത്ത് വരുന്നത്, പേജ് നോർമൽ പേപ്പറിലും പേനയിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെയാണെങ്കിലും കാര്യങ്ങൾ എഴുതി വിജയിപ്പിക്കുക എന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. സ്ക്രീൻ പ്ലേ നമ്മൾ വളരെ വിജയകരമായിട്ട് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിതിനെ പഠിക്കുക എന്നുള്ളതാണ്. 1 മിനിറ്റുള്ള സിനിമ പറയാനും, അരമണിക്കൂറുള്ള സിനിമ പറയാനും, 10 മിനിറ്റുള്ള സിനിമ പറയാനായിട്ടും, ഒരു സിനിമയുടെ സ്ക്രീൻ ടൈമായ 2.5 മണിക്കൂറുള്ള സിനിമ നമുക്ക് സംസാരിക്കാനും നമ്മൾ റെഡി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഒരു ആക്ടറെ അടുത്തോ ഒരു പ്രൊഡ്യൂസറെ അടുത്തോ ഒരു സീനിയർ ടെക്നീഷ്യൻ്റെ അടുത്തോ നമ്മൾ സമീപിച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് തരുന്ന സമയം എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായിരിക്കും. ആ പരിമിതമായ സമയത്തിനുള്ളിൽ നമുക്ക് ലഭിക്കുന്ന എത്ര സമയമാണ്, ഒരിക്കലും ഒരു ആക്ടറോ ഒരു പ്രൊഡ്യൂസറോ ഒരു സീനിയർ ടെക്നീഷ്യനോ ഒന്നും നമുക്ക് ഒരു 2.5 മണിക്കൂറോ 2 മണിക്കൂറോ ഒരു അരമണിക്കൂറിലും ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടുമോ എന്നുള്ള ഡൗട്ടാണ്. കിട്ടിയാൽ അത് വലിയ ഭാഗ്യം. കിട്ടുന്ന സമയം എത്രയാണോ ആ സമയത്തിനുള്ളിൽ നമ്മൾ തിരക്കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഒന്നെന്നുള്ളത് ഈ നമ്മൾ 1 ലൈൻ പറഞ്ഞ് ഞെട്ടിച്ചിട്ട് ആ 1 ലൈൻ കേട്ട് കഥ കേൾക്കുമ്പോൾ അയ്യോ ഷൂ എന്ന് പറഞ്ഞ പോലെ ഷൂ ആയി പോകരുത്. അത് നമ്മൾ കഥയിൽ കള്ളത്തരം കാണിക്കരുത്. സാർ ഇങ്ങനത്തെ ഒരു പ്ലോട്ടാണ്, ഈ പ്ലോട്ട് നമ്മളെ അവരെ ഞെട്ടിച്ച് കേട്ടുകൊണ്ട് എൻ്റെ സബ്ജക്റ്റിൽ കേൾക്കുക. അത് നമുക്കൊരു അരമണിക്കൂർ സമയം അവർ തന്നു. ആ സമയം തരുമ്പോഴത്തേനും അത് കഥ കിട്ടിയുമ്പോൾ അയ്യോ ഷൂ വേണ്ടായിരുന്നു എന്ന് അവരെ കൊണ്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ അവർക്ക് കള്ളത്തരം കാണിക്കരുത്. നമ്മൾ 100% ജെന്യൂൻ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് വർക്കാവുള്ളൂ. സോ പിന്നെ അനാവശ്യമായിട്ട് കഥ നമ്മൾ ഷെയർ ചെയ്യാൻ പോകരുത്. അതായത് നമുക്ക് പർപ്പസ് ഇല്ലാത്ത ഒരു ഭാഗത്തേക്ക് നമുക്ക് 1-2 ആളുകൾ വെറുതെ കഥ ഷെയർ ചെയ്യാൻ നിർത്തും.
ആരും ആയിക്കോട്ടെ. പക്ഷേ അവരുടെ ഒരു അഭിപ്രായം നമ്മളിലേക്ക് വരികയാണ്, അത് ശരിയല്ല, ഇത് ശരിയല്ല, ഈ കഥാപാത്രം അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല, അത് കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൺഫിഡൻസ് അത് കില്ല് ചെയ്യും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തോന്നുന്നു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ വിട്ടുകളയാം. പക്ഷേ ഈ ഒരു ചിന്തയ്ക്ക് പോലും നിൽക്കണം. നമ്മൾ ഈ പരിപാടി എഴുതുന്നുണ്ടെന്ന് പോലും സത്യം പറഞ്ഞാൽ ആരോടും പറയാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ, കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായിട്ട് നമുക്ക് ഗംഭീരമായിട്ട് സ്ക്രീൻ പ്ലേ ഒക്കെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നമുക്ക് പ്രോജക്റ്റ് ആക്കാനായിട്ട് ആർട്ടിസ്റ്റിൻ്റെയും പ്രൊഡ്യൂസറിൻ്റെയും ടെക്നീഷ്യൻ്റെ ഒക്കെ അടുത്ത് പോവുക എന്നുള്ളതാണ്. അപ്പോൾ സീറോയിൽ ഈ ഒരു കാര്യം തുടങ്ങുന്ന ആളുകൾക്ക്, സീറോയിൽ തുടങ്ങുന്ന പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം, സാധാരണ ഇൻഡസ്ട്രിയിൽ കുറച്ചുകൂടെ ഈസി പാത്ത് കിട്ടുന്നത് അറിയാലോ, കുറച്ച് എക്സ്പീരിയൻസും അല്ലാന്നുണ്ടെങ്കിൽ അസിസ്റ്റ് ഡയറക്ടറായിട്ടൊക്കെ നിൽക്കുന്ന ആളുകൾ സിനിമയിലേക്ക് വരുമ്പോഴാണ് അവർക്ക് കുറച്ചുകൂടെ ഒരു വഴി കിട്ടുന്നത്. അല്ലെങ്കിൽ പക്ഷേ സീറോയിൽ നിന്ന് തുടങ്ങുന്ന ഒരാൾ ഈ ഒരു ലെവലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് അത്രയും വലുതാണ്. നമുക്ക് ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തണം എന്നുണ്ടോയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറി ഒരു പ്രൊഡക്റ്റ് ഹൗസിലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പ്രിപ്പറേഷൻ എല്ലാം നിൽക്കെ തന്നെ നമ്മൾ ഒന്നാമെന്നുണ്ടെങ്കിൽ ചില പ്രൊഡക്ഷൻ ഹൗസുകൾ ന്യൂ കമേഴ്സിനെ ക്ഷണിക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയിലെ ഒരുപാട് പ്രൊഡക്ഷൻ ഹൗസുകളുണ്ട്, നിങ്ങൾക്ക് ഒരുപക്ഷെ അത് അറിയായിരിക്കാം ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്ഷൻ ഹൗസുകൾ എപ്പോഴാണോ ഈ സ്ക്രിപ്റ്റ് പിച്ചിങ് ടൈം കിട്ടുന്നത്, ആ സമയത്ത് അവരെ വിളിച്ച് സംസാരിച്ച് അവർ പറയുന്ന സമയത്ത് നമ്മൾ ചെന്ന് സ്ക്രിപ്റ്റ് പ്രസന്റേഷനിലേക്ക് പോവാം. അതാണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്, ചില പ്രൊഡക്ഷൻ ഹൗസുകളുടെയൊക്കെ വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. അവരുടെ കോൺടാക്ട് നമ്പർ അടക്കം നമുക്ക് വെബ്സൈറ്റുകളുണ്ട്. ആ വെബ്സൈറ്റ് കണ്ടെത്തി അതിനകത്ത് കോൺടാക്ട് നമ്പർ എടുത്ത് അവരെ വിളിച്ച് സംസാരിച്ച്, അപ്പം നമുക്ക് ഒരു സമയം തരും. ആ സമയത്ത് നമ്മൾ അവിടെ ചെന്ന് കാര്യങ്ങൾ സംസാരിക്കുക, പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേനും പലപ്പോഴും ഒരു പ്രൊഡ്യൂസർ മാത്രമല്ല, അവരുടെ ടീം ഫുള്ളായിരിക്കും നമ്മൾ ആ സബ്ജക്റ്റ് കേൾക്കാനായിട്ടിരിക്കുന്നത്. അപ്പം അവിടെ നമ്മൾ നമ്മുടെ സബ്ജക്റ്റ് അവർ തരുന്ന സമയത്തിനുള്ളിൽ വളരെ വ്യക്തവും ഭംഗിയായിട്ടും പ്രസൻറ്റ് ചെയ്യണം. അപ്പം എല്ലാ പ്രൊഡ്യൂസേഴ്സും അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതിൻ്റെ ഒരു മാർക്കറ്റും ഇതിൻ്റെ ഒരു ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ അവർ ശ്രദ്ധിക്കുന്നതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നും ഒരു തരത്തിന് കള്ളത്തരോ കാര്യങ്ങളൊന്നും കാണിക്കാൻ പാടില്ല. നമ്മൾ എഴുതി വെക്കുന്ന ഓരോ ഫൈറ്റും ബോംബ് സ്ഫോടനങ്ങളൊക്കെ കേട്ടാൽ അറിയാതെ എത്ര ബഡ്ജറ്റ്, എത്ര കോസ്റ്റ് വരുന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു പുതിയ ആളുകൾ ഇൻഡസ്ട്രിയിലേക്ക് ചെല്ലുമ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞ് വേണം ചെയ്യാനായിട്ട്. വലിയ ഹെലികോപ്റ്ററും വലിയ യുദ്ധമൊക്കെ ആയിട്ട് നമ്മൾ സ്ക്രീൻ പ്ലേ എഴുതി വെച്ച സ്ക്രീൻ പ്ലേ ഒക്കെ പുതിയൊരാളുകൾക്ക് ഒരിക്കലും അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ചില പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകൾ വഴി നമുക്ക് ലഭിക്കുന്നുള്ളതാണ്. നമുക്ക് ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന കൺട്രോളേഴ്സിനെ, എക്സിക്യൂട്ടീവ്സിനെ വിളിച്ച് സംസാരിച്ചത് ഇവരെ പരിചയപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അവരോട് കണ്ട് സംസാരിച്ച് ഇങ്ങനെ സബ്ജക്റ്റിലേക്ക് ആളെ പ്രസൻറ്റ് ചെയ്യാനായിട്ടാണ്. അവർ ജെന്യൂനാണെന്ന് തോന്നിയാൽ മാത്രം, കാരണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം സമയവും 100,000 തിരക്കി നിൽക്കുന്ന ആളുകളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ സമയത്തിന് വളരെ വലിയ പ്രാധാന്യമാണ്. ഒരു ഭാഗ്യം കൂടിയാണ്. അപ്പോൾ ഒരു പ്രൊഡ്യൂസറിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ചില പ്രസിദ്ധീകരണങ്ങൾ, ഇപ്പോൾ മലയാള ഫിലിം ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ ഒരു അസോസിയേഷൻ്റെ ചില പ്രസിദ്ധീകരണങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. അത് സിനിമയിൽ പ്രവർത്തിക്കുന്ന ആരോടെങ്കിലും ചോദിച്ചാൽ മതി, അതെവിടെ കിട്ടുമെന്നുള്ള അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും. അതിനകത്ത് ഈ പ്രൊഡ്യൂസേഴ്സിന് തന്നെ ലിസ്റ്റുണ്ട്, ടെക്നീഷ്യൻസിന് തന്നെ ലിസ്റ്റുണ്ട്, ആർട്ടിസ്റ്റുകളുടെ തന്നെ ലിസ്റ്റുകളുണ്ട്. ഇവിടുന്ന് നമുക്ക് ഒരു പ്രൊഡ്യൂസറിൻ്റെ കോൺടാക്ട് എടുത്തിട്ട് അവരെ ഡയറക്റ്റ് വിളിച്ച്, അപ്പം വിളിക്കുമ്പം വളരെ നമ്മളെ പരിചയപ്പെടുത്തണം, നമ്മളെ എവിടെ നിന്നുള്ള പരിചയപ്പെടുത്തണം, ഇന്ന പർപ്പസാണെന്ന് പറയണം. അപ്പോൾ ഒരു ഒറ്റ ത്രെഡ്, എന്താണ് ത്രെഡ് എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞ 1 മിനിറ്റിനുള്ളിൽ അതൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. ഇത് തരുന്ന സമയം നമ്മൾ നോക്കി. ചിലപ്പം ആഴ്ചകൾ കഴിഞ്ഞേക്കാം, മാസങ്ങൾ കഴിഞ്ഞേക്കാം, നമ്മൾ വിളിക്കുന്ന പ്രൊഡ്യൂസർ ഇവിടെ ആയിരിക്കോ പോലില്ല. ഇതിനകത്തൊക്കെ ചാൻസ് എന്ന് പറയുന്നത് ഒരു 100-ൽ 10% മാത്രമായിട്ട് നോക്കിയാൽ മതി. ഒരു പ്രൊഡ്യൂസർ വഴി നമുക്ക് പ്രോജക്റ്റ് ഓണാക്കാനുള്ള, അല്ലെങ്കിൽ പ്രൊഡ്യൂസറിലേക്ക് എത്താനുള്ള വഴികളാണ്. പ്രോജക്റ്റ് ഓണാവെന്ന് പറയുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങണം. അങ്ങനെയാണ് ഇത് പ്രോജക്റ്റായി മാറുന്നത്. അതിലേക്ക് ഞാൻ വരാം. നമ്മുടെ സബ്ജക്റ്റ് ഒരു ആക്ടറിലേക്ക് എങ്ങനെ എത്തിക്കാമെന്നുള്ളതാണ് നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിൻ്റെ, പ്രൊഡക്ഷൻ മാനേജറുടെ ഹെൽപ്പ് തീർച്ചയായിട്ടും വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡ്യൂസറിന് ഈ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ട് പ്രൊഡ്യൂസർ വഴി ആക്ടറിലേക്ക് പോകണം. ഏതൊക്കെ ആക്ടേഴ്സാണോ നമ്മുടെ സിനിമയ്ക്ക് ചേരുന്നത് എന്നൊക്കെ നമുക്ക് ഏതാണ്ട് ധാരണയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ ചില പ്രസിദ്ധീകരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഒരുപക്ഷെ അവരുടെ മാനേജറുടെയോ അവരുടെ ചിലപ്പം വ്യക്തിപരമായ നമ്പർ ആവണമെന്നില്ല. ഇനിയിപ്പോൾ നമ്മളത് വിളിച്ചാൽ തന്നെ അവർ എടുക്കണം എന്നില്ല. അപ്പോൾ അതിലേക്ക് പോയിട്ട് കാര്യമില്ല. പിന്നെ ഒരിക്കലും ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ഇടിച്ച് കയറി ചെല്ലരുത്. കാരണം പണ്ട് കാലങ്ങളിൽ നമ്മൾ ചില സിനിമകൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇന്നത്തെ കാലഘട്ടത്തിൽ ഏത് കാലഘട്ടത്തിലായാലും ഒരു ആക്ടർ ഒരു സിനിമയ്ക്കകത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്, ആ സമയത്തേക്ക് നമ്മൾ അവരുടെ സമയം മെനക്കെടുത്തി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അങ്ങോട്ടേക്ക് ഇടിച്ചു കയറി അവരുടെ അനുവാദമില്ലാതെ അങ്ങോട്ട് ചെല്ലുന്നത് മിസ്റ്റേക്കാണ്.
പിന്നെ നമ്മുടെ മുമ്പിൽ ഒരു ആക്ടർ നിൽപ്പുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ സെറ്റ് മാനേജ് ചെയ്യുന്ന ആരാണോ അവരോടൊന്ന് ചോദിക്കുക പറയുന്ന പോലെ. പിന്നെ അപ്പോൾ അദ്ദേഹം പറയും ഇതുപോലെ അവരവരുടെ തിരക്കും കാര്യങ്ങളൊക്കെ പറയും. അതല്ലാന്നുണ്ടെങ്കിൽ സാർ മറ്റേതെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുക. അവിടുത്തെ ആ സെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആരാണ് അവിടുത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് അവരോട് ചോദിക്കുക. അപ്പോൾ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും. നമ്മളോട് സ്നേഹം അവർക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ജനുവിനായി തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ആ മാർഗ്ഗമായി ശ്രമിക്കുക. അത് ചിലപ്പം ഇത്ര ദിവസങ്ങൾക്ക് ശേഷം ഇന്ന സ്ഥലത്ത് അദ്ദേഹം ഒരുപക്ഷെ ഈ ഒരു നമ്മൾ ചിലപ്പോൾ പ്രൊഡക്ഷൻ മാനേജറോ ലൊക്കേഷൻ മാനേജറോ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവോ ഇത് നമ്മൾ ഇതൊക്കെ ഒരു 100% മാത്രമാണ് സാധ്യത. ഒന്ന് ഇങ്ങനൊരു പയ്യൻ സബ്ജക്റ്റുമായിട്ട് വന്നിട്ടുണ്ട്, സാറിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവരോട് ആ ആക്ടറോട് ചെന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് ആക്ടർ അനുവാദം തന്നാൽ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ ഒരു വിദൂര സാധ്യതയാണ്, പക്ഷെ ശ്രമമാണല്ലോ. അപ്പം ഇങ്ങനെയും ശ്രമിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചാൻസ് കിട്ടിയാൽ മാത്രം ചെല്ലുക. അതെല്ലാം നമ്മളെ ഏതെങ്കിലും സിനിമാ സുഹൃത്തുക്കൾ വഴി പല കണക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ പല കണക്ഷൻസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് സീറോയിൽ നിൽക്കുന്ന ഒരാൾ നമ്മൾ ആ കണക്ഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം കഷ്ടപ്പെടണം. അപ്പോൾ അതിനുള്ള വഴികളാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഓടിച്ചെന്നൊരു ആക്ടർ എടുത്ത് ചെന്ന് കയറാൻ തൽക്കാലം നമ്മളൊരു പുതിയൊരു സ്ക്രിപ്റ്റുമായിട്ട് ചെല്ലുമ്പോൾ വളരെ പാട് തന്നെയാണ്. ടെക്നീഷ്യൻസിനെ നമുക്ക് നേരത്തെ പറഞ്ഞ ആ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ സീനിയർ ആയിട്ടുള്ള വലിയ ടെക്നീഷ്യൻസൊക്കെ വലിയ തിരക്കി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആക്ടടുത്തും പ്രൊഡ്യൂസേഴ്സിനൊക്കെ അടുത്ത് എത്തുന്ന അതേ കഷ്ടപ്പാട് തന്നെ ഇവിടെയും നമുക്കുണ്ട്. പ്രോജക്റ്റ് ഓൺ ചെയ്യാനുള്ള കൂടുതൽ സാധ്യത ഒന്നുകിൽ പ്രൊഡ്യൂസർ വഴി പ്രൊഡ്യൂസറിലേക്ക് നമ്മുടെ കഥകൾ എത്തിക്കുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ ആക്ടറിലേക്ക് നമ്മുടെ കഥകൾ എത്തിക്കുന്നതാണ്. ഇനി പ്രൊഡക്ഷൻ കൺട്രോളറോ ഏതെങ്കിലും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവോ അതുപോലെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് മുൻകൈ എടുത്ത് ഒരു പ്രൊഡ്യൂസറിലേക്ക് നമ്മളെ സബ്ജക്റ്റ് എത്തിക്കുകയും അവിടുന്ന് ആക്ടറിലേക്കും പോയി അങ്ങനെ ഒരു പ്രൊഡക്ഷൻ മാനേജറോ ഇവർ വഴി കാര്യങ്ങൾ സക്സസ് ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരു കോണ്ടാക്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ. ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത് നമ്മൾ തിരിച്ചറിയുന്നു. അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ആയിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ശ്രമങ്ങൾ. അല്ലെങ്കിൽ ഒരു ശൂന്യൊരു കഥ മുതൽ നമ്മൾ പ്രോജക്റ്റ് ആക്കാനുള്ള ശ്രമങ്ങളിലേക്ക് എത്തിക്കുന്നത്. പ്രൊഡ്യൂസറും ആക്ടറും ടെക്നീഷ്യനും എല്ലാം വന്നു കഴിയുമ്പോൾ ആണ് ഈ ഒരു പ്രോജക്റ്റായി മാറുന്നത്. പിന്നെ ഈ പ്രോജക്റ്റ് ഓൺ ആവുകയോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ഭാഗ്യം പഠിക്കും. കാരണം ആക്ടറും പ്രൊഡ്യൂസറും ടെക്നീഷ്യൻസും ബാക്കി എക്യുപ്മെൻസും ഒക്കെ ആയി നിന്നാലും എന്തെങ്കിലും ഒരു ഫണ്ട് ഇഷ്യൂയോ അല്ലെങ്കിൽ ഒരു ആക്ടർ ഡേറ്റ് ഇഷ്യൂയോ വന്നു കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് ഓൺ ആകാതിരിക്കുകയോ ഓൺ ആകാൻ ലേറ്റ് ആവുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മളൊരു സബ്ജക്റ്റ് ഒരു പ്ലോട്ട് ഡെവലപ്പ് ചെയ്ത് സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് സ്ക്രീൻ പ്ലേ ആയി അത് ഒരു ആക്ടറിലേക്ക് പ്രൊഡ്യൂസറിലേക്ക് എത്തി കഴിഞ്ഞ് സബ്ജക്റ്റിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിന് ശേഷമുള്ളൊരു ഘട്ടമാണ്, എല്ലാവരും ഓക്കെ പറഞ്ഞതിന് ശേഷമുള്ളൊരു ഘട്ടമാണ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചില പറയണ്ടേ ആ പ്രോജക്റ്റാണ് അഭിനയിച്ചിരിക്കുന്നത്, ഈ പ്രോജക്റ്റാണ് അഭിനയിച്ചിരിക്കുന്നത്, ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന ഇന്നയാളുടെ പ്രോജക്റ്റാണ് എന്നൊക്കെ. അപ്പോൾ എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് ഒരു സബ്ജക്റ്റിന് വേണ്ടി റെഡിയായി നിൽക്കുന്ന ഒരു പോയിന്റിനെ നമുക്ക് പ്രോജക്റ്റ് എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ സിനിമകളെ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദൈവാനുഗ്രഹവും സമയവും കാര്യങ്ങളൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഒരു പ്രോജക്റ്റ് ഓൺ ആവണോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ സിനിമ ടോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഒരു സ്ക്രീൻ പ്ലേ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെക്കൊണ്ട് സാധിക്കുന്ന അറിവുകളും സപ്പോർട്ടുകളും ഐഡിയാസും ഒക്കെ ഞാൻ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും